തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമെന്ന് സൂചന. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇരുട്ടിൽ പതിയിരുന്ന് ആക്രമിച്ച 3-അംഗ സംഘത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരനാണ് സുനിൽ. സുനിലും സുനിലിന്റെ ഡ്രൈവറും ഇന്നലെ രാത്രി 9:45 വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടി വാഹനം ഗേറ്റിന് മുൻപിൽ നിർത്തി. ആ നിർത്തിയ സമയത്ത് ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറക്കാനായി പോയ സമയത്താണ് റോഡിനപ്പുറത്ത് പതുങ്ങിയിരുന്നിരുന്ന ആക്രമികൾ ഇവരെ വടിവാളും അതുപോലെ തന്നെ മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. നേരെ ആദ്യം ഈ സുനിലിന്റെ ഡ്രൈവറെയാണ് ആക്രമിച്ചത്. സുനിലിന്റെ ഡ്രൈവർക്ക് കാലിന് വെട്ടേറ്റിട്ടുണ്ട്. ഉടനടി തന്നെ ഈ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ ഇയാൾ ഓളിയിടുകയും മറ്റാളുകളെയൊക്കെ തന്നെ വിളിച്ചു കൂട്ടുകയും ചെയ്തു. ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പിന്നീട് മറ്റ് 3 പേരാണ് ആകെ ഉണ്ടായിരുന്ന ഈ അക്രമി സംഘത്തിൽ. ഈ മറ്റുള്ളവരെല്ലാവരും ചേർന്ന് സുനിലിനെ ഇത്തരത്തിൽ ആക്രമിക്കുകയായിരുന്നു. സുനിലിനെ കൈക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. തുടർന്ന് അവിടെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ 3 പേർ അവിടെ നേരത്തെ തന്നെ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നുവെന്നും ഗേറ്റ് തുറക്കാനായി വാഹനം നിർത്തിയ സമയത്ത് തന്നെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതൊരു കൊട്ടേഷൻ ആക്രമണമാണ് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. സുനിലിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റിടപാടുകളുമായി ബന്ധപ്പെട്ട് സുനിലുമായി എതിർ അഭിപ്രായമുള്ള ആളുകൾ ആണ് ഇത്തരത്തിൽ ഈ കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ നിഗമനം. ഈ ആക്രമിക്കാനെത്തിയ കൊട്ടേഷൻ സംഘാംഗങ്ങളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇരുവർക്കും കാര്യമായ പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.